ഓക്കെ, പണ്ട് ഒരു വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. ഓക്കെ, വളരെ സുന്ദരി എന്ന് പറഞ്ഞാൽ വളരെ വളരെ സുന്ദരി. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അവൾക്ക് 2 കണ്ണ് കാണാൻ വയ്യായിരുന്നു. 2 കണ്ണ് ഇല്ല. പക്ഷെ വളരെ സുന്ദരിയാ, പാവപ്പെട്ട പെൺകുട്ടിയാ, ഒരു കുഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത്. അപ്പൊ അവൾക്ക് ഇങ്ങനെ വളരെ വലിയൊരു ഡിസബിലിറ്റിയാണ് ദൈവം കൊടുത്തല്ലേ. അപ്പൊ ഇത്രയും വലിയൊരു ഡിസബിലിറ്റി കൊടുത്തത് കാരണം അവള് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ആ ഡിസപ്പോയിന്റഡ് എന്തായി, ക്രമേണ ദേഷ്യമായി. ആരടുത്ത്? ഈ ലോകത്തോട് മുഴുവൻ നമുക്ക് ദേഷ്യമായി. എല്ലാവരെയും വെറുത്തു. സ്വന്തം മാതാപിതാക്കളെ അടക്കം ആ പെൺകുട്ടി വെറുത്തു. നല്ല സുന്ദരിയായ പെൺകുട്ടി, അന്ധയാണ്, അവളുടെ ഡിസബിലിറ്റി കാരണം ദൈവത്തെ വെറുത്തു, മാതാപിതാക്കളെ വെറുത്തു, ലോകത്തെ മുഴുവൻ വെറുത്തു. എന്നിട്ടും അവൾ ഒരു പയ്യനെ സ്നേഹിച്ചു, ഒരു ആൺകുട്ടിയെ സ്നേഹിച്ചു. അവർക്ക് എന്തോ അവന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അവളുടെ അടുത്ത് അവന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റി, അയാൾക്കത് ഹിയർ ചെയ്യാൻ പറ്റി, സൊല്യൂഷൻസ് പറയാൻ പറ്റി. എന്തോ ഒരു ലവ് എന്ന് പറയാം, ഒരുപക്ഷെ ലവിനേക്കാളും മുകളിൽ ഉയർന്ന അതിനേക്കാൾ വലിയൊരു സംഭവമാണെന്നാണ് പറയാം. അങ്ങനത്തെ ഒരു റിലേഷൻ ആണ് തമ്മിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവന്റെ മാത്രം ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇവന്റെ ഈ സിൻസിയർ ആയിട്ടുള്ള ഇഷ്ടം കണ്ടിട്ട് അവൾ പലപ്പോഴും പറയും, ഒരു നാൾ ഞാൻ നിന്നെ വിവാഹം കഴിക്കും, പക്ഷെ എനിക്കെന്ന് കാഴ്ച കിട്ടിയിരിക്കണം, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയാൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കും. അപ്പൊ ഇയാൾ പറയും അതെല്ലാം ശരിയാവും, എല്ലാം ശരിയാവുന്ന പറഞ്ഞ് സമാധാനം. അത്രയും നല്ല പ്യൂറായിട്ട് അയാൾ അവളെ സ്നേഹിക്കുകയായിരുന്നു. ഇപ്പൊ വേറെ ഒന്നും അവർക്ക് സംസാരിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ഇരിക്കും. സമൺ കുറച്ച് ആരോ അയാൾക്ക് 2 കണ്ണുകൾ കൊടുക്കാൻ തയ്യാറാവും. 2 കണ്ണുകൾ കൊടുത്തു കഴിഞ്ഞാൽ കണ്ണുണ്ടാക്കിയവർക്ക് കാഴ്ച കിട്ടും. ബിക്കോസ് അവര് വളരെ പാവപ്പെട്ട കുട്ടിയാണ്. അപ്പൊ അവർക്ക് പൈസ കൊടുത്ത് കണ്ണ് മേടിക്കാനോ അങ്ങനെ ഒരു ചികിത്സയ്ക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള ക്യാഷൊന്നുമില്ല. അപ്പൊ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താലേ അത് കണ്ണ് കിട്ടും, കാഴ്ച കിട്ടും. അപ്പൊ ആരോ കണ്ണു കൊടുക്കാൻ തയ്യാറാവും, അവർക്ക് കാഴ്ച കിട്ടും. കാഴ്ച കിട്ടുമ്പോ ഡോക്ടറെ അടുത്ത് പറയും, ഡോക്ടർ എനിക്ക് ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ച ഒരാളുണ്ട്, എനിക്ക് അയാളെ എങ്ങനെയാണ് എനിക്ക് കണ്ണ് ആര് തന്നു എന്നൊക്കെ ഇവിടെ അന്വേഷിക്കാൻ പോകുമ്പോൾ അതൊന്നും അറിയില്ല. ആരോ ഡൊണേറ്റ് ചെയ്തതാണ്, പേര് വെളിപ്പെടുത്താൻ തയ്യാറുള്ളത് ഒരാൾ കണ്ണ് ഡൊണേറ്റ് ചെയ്തു, അല്ലെങ്കിൽ കണ്ണ് അതിന് വേണ്ട അറേഞ്ച്മെന്റ് എടുത്തു, മേ ബി വാങ്ങിക്കൊടുത്തായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന പുരുഷനുണ്ട്, അയാളുടെ പേര് തന്നെ, എനിക്ക് അയാളെ കാണണമെന്നുണ്ട്. അങ്ങനെ അയാൾ വരികയാണ്. അയാൾ വരുമ്പോൾ ഇങ്ങനെ സിനിമ സ്റ്റൈലൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, കണ്ണ് പെട്ടെന്ന് കാഴ്ച കിട്ടി. അവൾ കണ്ണടച്ച് ചെയ്യാം പുള്ളിയെ കാണാൻ വേണ്ടി. ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും പെണ്ണ് പെട്ടെന്ന് എന്താ പറയാ, അന്തം വിട്ടു, വല്ലാണ്ടായി പോകും. ബിക്കോസ് അവന് 2 കണ്ണില്ല, അവന് അന്ധനായിരുന്നു, അവന് കണ്ണില്ല. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഞാൻ കണ്ണില്ലാത്ത ഒരാളെയാണ് സ്നേഹിച്ചത്. പക്ഷെ അയാൾ ഇതൊരിക്കലും എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ ഇവിടെ പെട്ടെന്ന് ഇവിടെ ആറ്റിറ്റ്യൂഡ് മാറണം. ഇവിടെ പറയാണ്, സോറി, നിങ്ങൾ എന്നെ ക്ഷമിക്കണം, നിങ്ങൾക്ക് കണ്ണില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു, എനിക്ക് കാഴ്ചശക്തി ഇല്ലായിരുന്നു, എനിക്ക് കണ്ടുകൂടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കാഴ്ചശക്തി കണ്ണുണ്ട്. ഇപ്പൊ എനിക്ക് അന്ധനായ ഒരാളോട് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദൈവം എന്നെ മറക്കണം, എന്നെ മറക്കണം. എനിക്ക് വേറെ കണ്ണുള്ള ഒരാളിന് വേണ്ടി അയാളുടെ എൻ്റെ ജീവിതം മാറ്റി വയ്ക്കണം, ഇയാളെ സ്നേഹിക്കാൻ, നല്ലോണം ജീവിതം, ഇതാണ് എൻ്റെ ആംബിഷൻ, ദൈവം എന്നെ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ന് പറയും. ഓക്കെ ശരി, കുഴപ്പമില്ല, നീ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇയാളെ നടന്നു പോകും. കുറച്ച് കണ്ടതിന് തിരിഞ്ഞിട്ടിലൂടെ ഒരു കാര്യം, ടേക്ക് കെയർ ഓഫ് മൈ ഐസ്, എന്റെ കണ്ണുകളെ സൂക്ഷിച്ചു. ഓക്കെ, ഇവിടെ ഒരു ഇത്രയും നല്ലൊരു പ്യൂർ റിലേഷൻ ഉണ്ടായിരുന്നതാണ് ആ പെൺകുട്ടി ആ പയ്യനും തമ്മിൽ, അല്ലെ? വാട്ടവർ, എന്ത് നല്ല ബന്ധമായിരുന്നു. പക്ഷെ ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിലാണെന്ന് തോന്നുന്നില്ലേ? ഇപ്പോ അങ്ങനെ ഒരു കാര്യത്തിന്റെ പേരിൽ അവർ തമ്മിൽ ആ റിലേഷൻ ബ്രേക്കായി. അപ്പൊ റിലേഷൻ ബ്രേക്കായത് എന്ത് പെട്ടെന്നാണെന്ന് നോക്കിയേ. ഒരു നല്ലൊരു റിലേഷൻ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ലവോ അതിനെ മുകളിലോ എന്നൊക്കെ പറയാൻ വേണ്ടി ഇന്ന് റൈറ്റ് നൗ ഇന്നത്തെ കാലഘട്ടത്തിൽ ആക്ച്വലി നമ്മുടെ ഇടയ്ക്ക് ഏറ്റവും വലിയൊരു കഷ്ടപ്പെട്ട കാര്യമാണ് നമുക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്തത്, അല്ലെ? ഒരു ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും പറ്റുന്നുണ്ട്. പക്ഷെ എത്ര ആൾക്കാർക്ക് ആ ഫ്രണ്ട്സിനെ നമുക്ക് കുറച്ചു കാലമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയി നല്ലൊരു ഫ്രണ്ടായിട്ട് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ നല്ലോണം ആലോചിക്കാം. ഇവിടെ എല്ലാവരും പലരും പല കാര്യങ്ങൾ പറഞ്ഞു, ക്യാഷ് എങ്ങനെ ഉണ്ടാക്കാം, ടൈം മാനേജ്മെന്റ്, അങ്ങനെ സംതിങ് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടി. എന്നാലും ഇതിനിടയ്ക്ക് നമ്മുടെ ലൈഫ് വളരെ ചെറുതാണെന്നുള്ള ഒരു കാര്യം നമ്മൾ എല്ലാവരും മറന്നു, അല്ലെ? നമുക്കിവിടെ ട്രെയിനിങ്ങിൽ നമുക്ക് നേരത്തെ കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ ബാമൻ സാർ നമുക്ക് പറയുന്ന കാര്യം, ഒരു ചെറിയൊരു ഡാഷ്, അതാണ് നമ്മുടെ ലൈഫ്. അത്രയ്ക്ക് ചെറിയൊരു ലൈഫ്. ഈ ലൈഫിനിടയ്ക്ക് നമ്മൾ കൊണ്ട് സിൻസിയർ ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്, അല്ലെ? അതിനെപ്പറ്റി ചിന്തിക്കണം. ഇവിടെ ഈവൻ മാതാപിതാക്കളെ പോലും മക്കളെ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണം സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അത്രയ്ക്ക് ആ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ആഴം മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ പവർ മനസ്സിലാക്കി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഇന്നത്തെ കാലത്ത് ആർക്കും കഴിയുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, യു ക്യാൻ പേസ്റ്റ് എവറിത്തിങ് എക്സെപ്റ്റ് എ ബ്രോക്കൺ ഹാർട്ട്. ഒരു മുറിഞ്ഞ ഹൃദയത്തിനെ കുറിച്ച് ബാക്കി എന്ത് വേണം നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. പുള്ളിക്കാരി ഇയാളുടെ സ്നേഹം നല്ലോണം മനസ്സിലാക്കുന്നതാണ് ആ ബന്ധം വഷളായി. ഇത് ട്രസ്റ്റ് വേണം, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ട്രസ്റ്റ് വേണം, വിശ്വാസം വേണം. ഒന്നത്. 2 ഈഗോ ക്ലാഷ് ഉണ്ടാവാൻ പാടില്ല. സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയണം. സിൻസിയറിറ്റി വേണം.
ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുമെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രണ്ടിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ തന്നെ നമ്മളിപ്പോ ഇത്രയും പേരുണ്ട്, 15 പേരുണ്ട്. നമുക്ക് എല്ലാവർക്കും പരസ്പരം പരിചയപ്പെടാൻ പറ്റി. ഇവിടെ നിന്ന് ചിലപ്പോൾ പോകുമ്പോൾ എല്ലാവരും പോകും. പലരും വേറെ പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ടാവും. നമ്മുടെ ബിസിനസ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തുകൂടെ, അതുവരെ ഇവിടെ നടന്നു, ഇവിടെ ഒരാൾ നമ്മുടെ ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്തുകൂടെ, നമുക്ക് എംഎൻഎം എന്താണ് എന്നൊക്കെ പറയാം. പക്ഷെ ഇതൊക്കെ പറയുന്നത് നമ്മുടെ ബിസിനസിന് വേണ്ടിയാണ്. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ വെച്ച് കണ്ടവര് അല്ല ഇവരുമായിട്ടുള്ള നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊന്നും വേണ്ട. ജസ്റ്റ് ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു SMS, ദാറ്റ് ഈസ് എനഫ്. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ചെയ്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ നമ്മുടെ ഈ ചെറിയ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന വളരെ വലിയ നല്ലൊരു കാര്യമായിരിക്കും. ബിക്കോസ് ലൈഫ് ഈസ് ടു ഷോർട്ട്, ഓൾവേസ് റിമെമ്പർ. ഓക്കെ, താങ്ക് യു.